എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എനിക്ക് പറയാനുള്ളത് ഹാപ്പി ക്രിസ്തുമസ് കഴിഞ്ഞു. ഇനിയൊരു ഹാപ്പി ന്യൂ ഇയർ വരാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വയറ് സംബന്ധമായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മാറാനുള്ള ഒരു കറിയാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ചീനിച്ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടായി 2 ടേബിൾ സ്പൂണ് എണ്ണ ഇഷ്ടമുള്ളത് ഒഴിക്കാം കേട്ടോ. ഒന്ന് ചൂടായിക്കോട്ടെ, കാണിച്ചു തരാം. എണ്ണ ചൂടായി. അപ്പോൾ നമ്മൾ 1 സ്പൂണ് ഉഴുന്നിൻ്റെ പരിപ്പെടുത്തിടുവാണ്. അതായിക്കോളും. ആ കൂട്ടത്തിൽ തന്നെ 1 സെക്കൻഡ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇടാം. 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ജീരകവും ഇടാം. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരുപോലെ ആയിക്കോളും. കൂടാതെ നമ്മൾ ഒരു 4 ഉണക്കമുളകിനെയും കൂടെ ഒന്ന് മുറിച്ചിട്ട് വെക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചതങ്ങ് മൊരിഞ്ഞോളും. ഉണക്കമുളക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഒന്ന് പകുതി പൊട്ടാറാകുമ്പോൾ ഇട്ടാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യവും കൂടെ ഉണ്ട്. ഈ പണ്ട് ഇങ്ങനെ കേൾക്കുമായിരുന്നു ഒറോണ എന്ന്. ഇപ്പോഴും അത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും കൊറോണ കൂടുതലാന്ന്. അത് കാരണം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുവാണെങ്കിൽ, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരും ആയുസ്സും ആരോഗ്യത്തോടും കൂടി ഇരിക്കാനല്ലേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് നടക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കരിവേപ്പില ഇടാം കേട്ടോ. ഒരു 3-4 പച്ചമുളക് എടുത്തു. അതിനതേ നീളത്തിലേ കട്ട് ചെയ്തിട്ടെടുത്തു. അതുകൂടാതെ 1 പിടി മല്ലിയില കഴുകി അരിഞ്ഞത് അതും കൂടെ ഒന്ന് ഇടുവാണ്. പിന്നെ നമ്മളുടെ ഒരു 5-8 കഷ്ണം വെളുത്തുള്ളി ഉണ്ടല്ലോ, തൊണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അതിനെയും കൂടെ ഒന്ന് ഇട്ടൊന്ന് മൊരിഞ്ഞോട്ടെ. ഞാൻ കാണിച്ചു തരാം. കുറച്ചൊന്ന് മൊരിഞ്ഞാൽ മതി. അപ്പോൾ കാണിച്ചു. 2 സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിനെയും കൂടെ ഒന്ന് ഇട്ടു. അതും കൂടെ ഒന്ന് ഒരു പകുതി ഒന്ന് മൊരിഞ്ഞോട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. 1/2 സ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ഇതിനകത്തിലിടുക. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. അത് തന്നെയല്ല, ഉപ്പ് നമ്മൾ മസാല എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തിട്ടേ പിന്നെ ഉപ്പിനെ പറ്റി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ കുറഞ്ഞു പോകും, ചിലപ്പം കൂടി പോകും. അപ്പോൾ നമ്മളെ ഒരു സ്പൂണ് മുളക് പൊടി കേട്ടോ, അതും കൂടി ഇടുവാണ്. ഹൈയിലിടല്ലേ കേട്ടോ, മീഡിയത്തിലിട്ടേ ചെയ്യാവൂ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 4 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. അതിനെ കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുവാണ്. കുറച്ച് പുളിമയം വേണം. അപ്പം നമുക്ക് തക്കാളിയിൽ നിന്ന് കിട്ടും. കുറച്ച് വെള്ളവും തക്കാളിക്കകത്തുണ്ടല്ലോ. നമ്മളല്ലാതെ ഒരു തുള്ളി വെള്ളം ഇതിന് തൊടത്തില്ല കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കണ്ടോ. എല്ലാ മസാലയും കൂടെ ഒരു 5 മിനിറ്റോളം പിടിക്കും. മീഡിയത്തിലിട്ടൊന്ന് ഇളക്കിയാൽ മതി. ഇതാണ് നമ്മുടെ കണി വെള്ളരി. ഇത് വെള്ളരിക്ക മുറിക്കുമ്പം സ്റ്റീലിൻ്റെ കത്തി കൊണ്ട് മുറിച്ചാൽ മതി കേട്ടോ. അതാണ് നല്ലത്. ഇത് കഴിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ വയറ് സംബന്ധമായുള്ള എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യാനുള്ള കഴിവ് ഈ വെള്ളരിക്കുണ്ട്. ഇതിൻ്റെ തൊലി അങ്ങോട്ട് പിച്ചാത്തി വെച്ച് ചെത്തി കളഞ്ഞും വെച്ച് നമുക്ക് മീഡിയം സൈസായിട്ട് അരിഞ്ഞിട്ടേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തു കണ്ടോ ഇങ്ങനെ. അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴേ കടക്കാരോട് പറയണം, ചില വെള്ളരിക്ക മേടിക്കുമ്പോൾ അരിഞ്ഞ് കഴിയുമ്പം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പീസ് കട്ട് ചെയ്ത് വാങ്ങിച്ച് ചെക്ക് ചെയ്തിട്ട് വേണം വെള്ളരിക്ക വാങ്ങിക്കാൻ കേട്ടോ. ഇപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച വെള്ളരി, ഇതിന് ഹിന്ദിയിൽ കുക്കുംബർ എന്നും പറയും. ഇതിനകത്തിലും വെള്ളം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം തൊടുകയോ വേണ്ട. മീഡിയത്തിലിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മൂടി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പൊക്കി വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചെയ്യാം. ഇതേപോലെ എല്ലാം ഇളക്കി നല്ലപോലെ പിടിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു നനവുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? സിമ്മിലിട്ടും കൊണ്ട് മേളിലെ പ്ലേറ്റ് വെച്ച് മൂടി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കിയിട്ട് വീണ്ടും നമുക്ക് പ്ലേറ്റ് വെക്കാം. ടോട്ടൽ എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് നേരം ഒരു ആവി കൊണ്ട് വേവണം. എന്നിട്ട് ബാക്കി ഞാൻ എന്താണെന്ന് വെച്ച് കാണിച്ചു തരാം. ഞാൻ ഇടവിട്ട് 2 പ്രാവശ്യം ഒരു 5 മിനിറ്റ് കൂടിയപ്പോൾ ഞാൻ എടുത്തു. എന്നിട്ട് ഒരു ചെറിയൊരു നനവുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് അടപ്പില്ലാതെ നമുക്കിതിനെ പറ്റിച്ചെടുക്കാം കണ്ടോ. അടപ്പെടുത്തിട്ട് ഞാൻ 1 മിനിറ്റ് വെച്ചു കണ്ടോ. സെൻറ്ററിലെ വെള്ളമൊക്കെ വറ്റി കണ്ടോ. ഇനി ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ തൊട്ടില്ല. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന വെള്ളരി എന്ന് പറഞ്ഞാൽ വെള്ളമാണല്ലോ. പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, വയറിന് സൂപ്പറാണ് ഈ സാധനമെന്ന്. അതുകൂടാതെ നമ്മുടെ ചൂടുകാലത്ത് ഇത് മിക്കപ്പോഴും കഴിച്ചു കഴിഞ്ഞാലേ ചൂടിൽ നിന്നും കൂടെ നമ്മൾ രക്ഷപ്പെടും. അത്ര ശക്തിയാണ് ഇതിന് കേട്ടോ.
അടുത്ത വീഡിയോയിലോട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.